ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ആദ്യത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ രാവിലേക്ക് ഒന്ന് എണീറ്റ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം പുറത്തേക്ക് നോക്കാൻ കേട്ടോ. അപ്പോൾ രാത്രി നല്ല മഴയും കാറ്റും ഉണ്ടായതുകൊണ്ട് എന്തൊക്കെയോ ഒടുങ്ങി വീഴുന്ന സൗണ്ട് കേട്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ വന്ന് നോക്കിയപ്പോഴേക്കും തോട്ടത്തിലൊക്കെ കുറച്ച് എന്തൊക്കെയോ റബ്ബറും മരങ്ങളൊക്കെ ആയിട്ട് വീണ് കിടപ്പുണ്ട്. പിന്നെ മുറ്റത്ത് മുല്ലയും കപ്പയൊക്കെ അത് ഒടിഞ്ഞു വീണു. പിന്നെ നല്ലൊരു പണി കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മുടെ റബ്ബർ ലൈൻ കമ്പിയിലോട്ട് ഒടിഞ്ഞ് വീണ് കിടക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് രാത്രി മുതലേ കറണ്ടില്ല. അപ്പോൾ KCBയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇനി ഇത് വെട്ടി മാറ്റുന്നവരെ നമുക്ക് കറണ്ടില്ല. നമുക്ക് മാത്രമല്ല, നമ്മുടെ പരിസരത്ത് ഒരുപാട് മരങ്ങൾ വീണിട്ടുണ്ട്. കൂടെ പോസ്റ്റുകളും ഒക്കെ നല്ല നാശനഷ്ടങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ തോട്ടത്തിലോട്ട് നോക്കിയപ്പോൾ രണ്ട് പ്ലാവൊക്കെ ഒന്ന് മുറിഞ്ഞ് വീണിട്ടുണ്ട്. നല്ലൊരു പാഷൻ ഫ്രൂട്ട് വലയിട്ട് വെച്ചതായിരുന്നു കേട്ടോ, അതിൻ്റെ മണ്ടേ വീണു. പിന്നെ വാഴ, ഒരു കപ്പക്കൊലയായിരുന്നു, അതും ഒടുങ്ങി പോയിട്ടുണ്ട്. പിന്നെ കുറേ ഉണ്ട് കേട്ടോ, താഴോട്ടൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ കുറേയൊക്കെ എന്തൊക്കെയോ ഒടിഞ്ഞും ഒക്കെ വീണ് പോയിട്ടുണ്ട് കേട്ടോ. വാഴയൊക്കെ നശിച്ചു. പിന്നെ ഈ കാണുന്ന കണ്ടോ, കുറേ ചക്കകളാണ് കേട്ടോ. അങ്ങ് ഉച്ചാന്തലയിലാണ് ഈ ചക്കകളൊക്കെ നിൽക്കുന്നത് കേട്ടോ. നല്ല വരിക്കച്ചക്കയാണ്. അപ്പോഴേക്കും മഴയും കാറ്റും ആയപ്പോഴേക്കും ചക്കയൊക്കെ താഴോട്ട് വീണു കേട്ടോ. അതെ, കുറേ ചക്കകൾ, ഒത്തിരി ചക്കകൾ പൊഴിഞ്ഞു വീണു കേട്ടോ. പിന്നെ അകത്ത് വന്നപ്പോൾ അപ്പച്ചനും കൊച്ചുമോളും കൂടെ സിറ്റൗട്ടിരിക്കുകയാണ്. അവൾക്ക് എപ്പോഴും അപ്പച്ചൻ്റെ കയ്യിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഭയങ്കര കമ്പനിയാണ് അവർ. പിന്നെ ഇങ്ങനെ കിച്ചണിലോട്ട് വന്നപ്പോഴേക്കും ചക്കച്ചവണയൊക്കെ ഇരിക്കുന്ന കൂടെ ഒരു കൈതച്ചക്ക ഇരിപ്പുണ്ട്. ഈ വർഷം ഒത്തിരി കൈതച്ചക്ക കിട്ടും കേട്ടോ. ജ്യൂസ് അടിച്ചും ജാമുണ്ടാക്കിയൊക്കെ തീർത്തു. അങ്ങനെ അമ്മ ചക്കച്ചവണയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞു നമുക്ക് കുറച്ച് വറുക്കാം, പിന്നെ കുറച്ച് വേവിക്കാം. അപ്പോൾ ഈ എല്ലാ വർഷവും നമ്മൾ ചക്ക വറുക്കാറുണ്ട്. അപ്പോൾ ഈ വർഷം ആദ്യമായിട്ടാണ് ഇപ്പം ചക്ക വറുക്കുന്നത് കേട്ടോ. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ബ്രദറിനെ കൂർക്കൊക്കെ ഇളക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോയിട്ട്. അപ്പോൾ അവനോടൊരു ഹായ് വരാൻ പറഞ്ഞപ്പോൾ അവന് ഹായ് പറയുന്നത് കേട്ടോ. പിന്നെ അവൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഞാൻ കുറുക്കൊക്കെ റെഡിയാക്കി. അതിന് ശേഷം ഞാൻ കുഞ്ഞിനെ വിളിക്കാൻ പോവാണ് കേട്ടോ. അവൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെന്നപ്പോൾ ദാണ്ട് കളിച്ചുകൊണ്ടിരിക്കാൻ തറ ഇറങ്ങി കേട്ടോ. ആ ഗ്രില്ലിൽ പിടിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അങ്ങനെ എന്നെ കണ്ടപ്പോഴേക്കും എൻ്റെ അടുത്തോട്ട് വരിക. എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മാറത്തില്ല. ഇനി ഞാൻ അവളെ ഒന്ന് എടുക്കട്ടെ കേട്ടോ. എന്നെ പിടിച്ചോണ്ട് നിൽക്കുക. ഇനി കുഞ്ഞാവെ ഒന്ന് എടുക്കട്ടെ. ഇതായിരിക്കുന്നു നമ്മുടെ സ്വന്തം ആൾ. രാവിലെ എണീറ്റിട്ടത് അവൾ അറിയാതാണ് ഈ തലയിൽ കൊമ്പിരിക്കുന്നത് കേട്ടോ. രാവിലെ അമ്മ പറ്റിച്ചു കൊടുത്തതാണ്. ഇതറിഞ്ഞിട്ടില്ല, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ തീർന്നു പരിപാടി. തലയിൽ തൊടുന്നതോ തലമുടി കെട്ടി വെക്കുന്നതോ ഇതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിലൂടെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ തീർന്നു പരിപാടി. രാവിലെ മഴയൊക്കെ കണ്ടിട്ട് പുറത്ത് ചാടിക്കൊള്ളാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടില്ലേ, കാണിച്ചുകൊണ്ടിരിക്കുക, പുറത്ത് ചാടണം. അങ്ങനെ പിന്നെ അടുക്കള വന്ന് കുഞ്ഞിന് ഇച്ചിരി ഞവരയില ഇട്ടിട്ടുള്ള വെള്ളമൊക്കെ തിളപ്പിക്കുകയാണ് കേട്ടോ. ആ സമയം കൊണ്ട് അമ്മയാണ് കുഞ്ഞിന് കുറുക്കൊക്കെ കൊടുക്കുന്നത്. അപ്പം മാക്സിമം TV മൊബൈലൊന്നും കാണിക്കാതെ കൊച്ചിന് ആഹാരം കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഥ പറഞ്ഞോ പാട്ടുപാടിയോ ഡാൻസ് കളിച്ചൊക്കെയാണ് കുറുക്കൊക്കെ കൊടുക്കുന്നത്. ആ സമയം കൊണ്ട് കുറച്ച് ചക്ക റെഡിയാക്കി പിന്നെ കുറുക്ക് കൊടുത്തിട്ട് അമ്മയും കൂടെ വന്നിട്ട് ഞാൻ അമ്മയും കൂടെ ആ ചക്കയെല്ലാം ചവണയൊക്കെ പോക്കി എടുക്കണം കേട്ടോ. അപ്പം അതിനുശേഷം പിന്നെ ഈ ചക്ക മൊത്തം വറുക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞത് ഞാൻ തന്നെയാണ്. എനിക്ക് അരിയാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതിന് തലയും പാലൊക്കെ ഒന്ന് കണ്ടിച്ചെടുത്തൊരു ഷേപ്പിലാണ് എടുത്തത്. ബാക്കി വേവിക്കാനും വെച്ചു. പിന്നെ ഹാളിലോട്ട് വന്നപ്പോൾ ലാപ്ടോപ്പിലുള്ള ചാർജ് അവൻ ഫോണിനകത്തോട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവന് ക്ലാസ് ഉണ്ടായതുകൊണ്ട് ആകെ പെട്ടിരിക്കുകയാണ്, ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ. പിന്നെ ഞാൻ വീണ്ടും സിറ്റൗട്ട് വന്ന് നോക്കി, ആൾക്കാർ വന്നു, ആരും വന്നിട്ടില്ല, വെയിറ്റിങ്ങിലാണ്. അപ്പോഴേക്കും ഉച്ചസമയമായി. കുഞ്ഞാവ് ഉറങ്ങാനുള്ള പരിപാടിക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് ചക്ക വറുക്കാമെന്ന് വെച്ചിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് തിളയ്ക്കാൻ വെച്ചേക്കാം കേട്ടോ. അതിൻ്റെ അകത്ത് പിന്നെ ചക്കയും ഇട്ട് കൊടുത്ത് വറുക്കാൻ വെച്ചേക്കാണ്. ഈ സമയം നമ്മൾ ചോറൊക്കെ കഴിച്ചു. ഇന്ന് വലിയ കറിയൊന്നും ഉണ്ടായിരുന്നില്ല. വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും മുട്ട പൊരിച്ചുകൂടെ ചോറൊക്കെ കഴിച്ചു. അങ്ങനെ
ആ സമയത്ത് പിന്നെ കുഞ്ഞാവയും കൂടെ ഉറങ്ങാൻ പോയി കേട്ടോ. അങ്ങനെ അവൾ ഉറങ്ങുന്ന കാണിച്ചു തരാൻ ദേണ്ടേ കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുവാണ് കേട്ടോ. ഇനി കുറച്ച് നേരം അവളവിടെ നിന്ന് ഉറങ്ങിക്കോളും. പിന്നെ പിന്നെ വീണ്ടും ചക്കയിലേക്ക് വന്നു. അപ്പോൾ ചക്കയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി കോരി മാറ്റി മതി. അപ്പം ഒരു തവി കൊണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ചക്ക ഇങ്ങനെ കിളുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും ചക്ക റെഡി ആയിട്ടുണ്ടെന്ന്. പിന്നെ അമ്മയാണ് ചക്കയൊന്ന് കോരിയിട്ട് ബാക്കി ചക്കയും കൂടെ ഒന്ന് വറുക്കാനിട്ടു. പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് തന്ന് അതൊന്ന് റെഡിയാക്കി തന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കഴിച്ചു. അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവനും കുറച്ച് ചക്ക കൊടുത്തു. അങ്ങനെ അവനും അതെടുത്തുകൊണ്ട് പോയി കാറിലിരുന്ന് കഴിക്കുകയാണ്. കൂടെ മൊബൈലും കൂടെ ചാർജ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ക്ലാസ് ഉണ്ടായതുകൊണ്ട് തന്നെ ചാർജ് അത്യാവശ്യമാണ്. അപ്പം അങ്ങനെ കാറിലിരുന്ന് ചാർജിങ് ചെയ്ത് അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരത്തോളം ആയിട്ടോ സമയം. അങ്ങനെ കുഞ്ഞാവ ഒന്ന് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവളും അമ്മച്ചിയും കൂടെ അകത്തിരിക്കുകയാണ്. കയ്യിലൊരു കുപ്പി വെള്ളമുണ്ട്. ഇത് കണ്ട ഇനിയിപ്പോൾ തിരിച്ചു തരത്തില്ല. പിന്നെ ആ ചക്കയെല്ലാം ഒന്ന് വറുത്തെടുത്തോട്ടോ. അങ്ങനെ ഇച്ചിരിയൊക്കെ മൂത്ത് പോയി, കുഴപ്പമില്ല. ഇച്ചിരി മൂത്തായാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് കണ്ടോ. അങ്ങനെ ചക്ക മൊത്തത്തിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചക്കയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ചായയൊക്കെ ഇട്ട് അങ്ങനെ ചായയും ഇന്ന് സ്നാക്സ് ചക്ക വറുത്ത് തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മരമൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നത് കേട്ടോ. വലിയ മഴയല്ലെങ്കിലും ചാറുന്നുണ്ടായിരുന്നു മഴ കേട്ടോ. അപ്പോൾ ഈ ലൈൻ കമ്പിയിൽ തന്നെ കിടക്കുന്നതുകൊണ്ട് ഇച്ചിരി പാടുപെടേണ്ടതായിട്ടുണ്ടായിരുന്നു ഈ റബ്ബറൊന്ന് മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ റബ്ബറൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് എല്ലാവരും പോയി. പിന്നെ കുഞ്ഞാവയ്ക്ക് ഒന്ന് കുളിപ്പിച്ചെടുത്തു. അങ്ങനെ അവളുടെ പാവയും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ടോർച്ചിൻ്റെയൊക്കെ വെട്ടമൊക്കെ കുറഞ്ഞു വന്നു. അവസാനം പിന്നെ മെഴുകുതിരി കത്തിച്ച് വെച്ചു. അപ്പം മെഴുകുതിരി കണ്ടപ്പോഴേക്കും അവൾക്കത് പിടിക്കണം, അതിൻ്റെ നിർബന്ധമായി. അപ്പോൾ ഇതുവരെയും കറണ്ട് വന്നിട്ടില്ല. ഇനി എപ്പോൾ വരുമോ എന്നറിയില്ല. എല്ലാവരും വെയിറ്റിങ്ങിലാണ് കേട്ടോ കറണ്ട് വിട്ടിട്ട്.